സ്വാഗതം. ഇന്ന് നാം വളരെ ഹൃദയസ്പർശിയായ, എന്നാൽ നമ്മളാരും അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വിഷയമാണ് നോക്കിക്കാണുന്നത്. അതെ, മരണത്തിന്റെ വേദന, മനുഷ്യന്റെ നശ്വരത, പിന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ക്രിസ്തീയ വീക്ഷണം. ഇതൊക്കെ ഉൾക്കൊള്ളുന്ന അടുത്തിടെ നടന്നൊരു വിലാപയാത്രയിലെ വളരെ വൈകാരികമായൊരു പ്രഭാഷണമാണ് നാം ഇന്ന് വിശദമായി അവലോകനം ചെയ്യുന്നത്. ഇതൊരു സങ്കടകരമായ വിഷയമാണെങ്കിലും ഇതിലെ ആശയങ്ങൾ ശരിക്കും നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. പ്രഭാഷകൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം കുട്ടിക്കാലത്തെ വളരെ വ്യക്തിപരമായൊരു ഓർമ്മ പങ്കുവെച്ചുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് 5 വയസ്സുള്ളപ്പോൾ കയ്യിൽ പൂക്കളുമായി സെമിത്തേരിയിൽ നിൽക്കുകയായിരുന്നു. ആളുകൾ കരയുന്നത് ഞാൻ കണ്ടു. മരണം എന്താണെന്ന് അന്നെനിക്ക് മനസ്സിലായിരുന്നില്ല. ഈ ഒരു ചെറിയ ഓർമ്മ മതി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വലിയ ദൈവശാസ്ത്ര ആശയങ്ങളെ നമ്മുടെ സ്വന്തം ജീവിതവുമായി ബന്ധിപ്പിക്കാൻ, അല്ലേ? മരണമെന്ന വലിയ സത്യത്തെ ഒരു കൊച്ചുകുട്ടിയുടെ കണ്ണുകളിലൂടെ കാണുമ്പോൾ ആരും ഈ വിഷയത്തിലേക്ക് പെട്ടെന്ന് തന്നെ ആകർഷിക്കപ്പെടും. ശരി, നമുക്കിതിന്റെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം. മരണത്തിന്റെ യാഥാർത്ഥ്യം. ഈ പ്രഭാഷണം എങ്ങനെയാണ് മരണമെന്ന ഒഴിവാക്കാനാവാത്ത സാർവത്രികമായ യാഥാർത്ഥ്യത്തെ നേരിട്ട് അഭിമുഖീകരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ യാഥാർത്ഥ്യം വ്യക്തമാക്കാൻ പ്രഭാഷകൻ ബൈബിളിലെ അയ്യൂബ് എന്ന വ്യക്തിയെയാണ് ഇവിടെ ഉദാഹരണമായി കൊണ്ടുവരുന്നത്. അയ്യൂബ് എന്ന പേരിന്റെ അർത്ഥം തന്നെ ശൂന്യമാകുക അല്ലെങ്കിൽ തരിശാവുക എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗം നമ്മുടെ ജീവിതത്തിൽ അവശേഷിപ്പിക്കുന്ന ആ വലിയ ശൂന്യതയെ വരച്ചു കാണിക്കാൻ ഇതിലും മികച്ച മറ്റൊരു വാക്കില്ല എന്ന് തന്നെ പറയാം. ഒരു വലിയ നഷ്ടത്തിനു ശേഷം എല്ലാം തകർന്ന് ഒരു തരിശുഭൂമി പോലെ ശൂന്യമായി തീരുന്ന മനുഷ്യന്റെ മാനസികാവസ്ഥയാണ് ഇത് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഭാഗത്ത് മനുഷ്യന്റെ കഷ്ടപ്പാടുകളുടെ ദൈവശാസ്ത്രപരമായ വേരുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യനായ ആദാമിനെക്കുറിച്ച് ഈ പ്രഭാഷണം എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇവിടെ തികച്ചും അതിശയകരമായൊരു പ്രസ്താവനയാണ് പ്രഭാഷകൻ നടത്തുന്നത്. ലോകത്തിലെ ഏറ്റവും ദുഃഖിതനായ മനുഷ്യൻ ആദമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ. സ്വർഗതുല്യമായ ഏദൻ തോട്ടത്തിൽ സാക്ഷാൽ ദൈവത്തോട് നേരിട്ട് സംസാരിച്ച് ജീവിച്ചിരുന്ന ആദം എങ്ങനെയാണ് ഭൂമിയിലെ ഏറ്റവും സങ്കടമുള്ള വ്യക്തിയായി മാറിയത്? അതൊരു വലിയ ചോദ്യമല്ലേ? ആ ചോദ്യത്തിനുള്ള ഉത്തരം ആദാം നേരിട്ട ദുരന്തങ്ങളുടെ ഈ പരമ്പരയിലുണ്ട്. ഇത് വെറുതെയൊരു സങ്കടമല്ല. ആദ്യം ദൈവത്തോടുള്ള അനുസരണക്കേട്, പിന്നെ അതിന്റെ ഫലമായി ദൈവത്തിൽ നിന്നുള്ള അകൽച്ച, അതിനുശേഷം സ്വന്തം മകൻ മറ്റൊരു മകനെ കൊലപ്പെടുത്തുന്നത് കാണേണ്ടി വന്ന ഗതികേട്, പിന്നീട് പിൻതലമുറകളെ ബാധിച്ച പലതരം രോഗങ്ങൾ, ഒടുവിൽ തന്റെ കൺമുന്നിൽ നടക്കുന്ന നിരന്തരമായ മരണങ്ങൾ. ഈ സംഭവങ്ങളെല്ലാം കൂടിച്ചേരുമ്പോൾ ആദാമിന്റെ സങ്കടത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇതിലെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയാമോ? ആദാം 930 വർഷം ജീവിച്ചിരുന്നു എന്നതാണ്. സാധാരണയായി ദീർഘായുസ് എന്നത് വലിയൊരനുഗ്രഹമായിട്ടാണല്ലോ നാം കാണാറുള്ളത്. എന്നാൽ ഈ പ്രഭാഷണത്തിൽ അതൊരു വലിയ ഭാരമായിട്ടാണ് വിലയിരുത്തുന്നത്. കാരണം 1-2 വർഷമല്ല, മറിച്ച് 9 നൂറ്റാണ്ടുകളോളമാണ് തന്റെ ആദ്യ പാപത്തിന്റെ അനന്തരഫലങ്ങളും സ്വന്തം തലമുറകൾ അനുഭവിക്കുന്ന വേദനകളും കണ്ട് ജീവിക്കാൻ അദ്ദേഹം നിർബന്ധിതനായത്. ശരിക്കും അതൊരു വലിയ ശിക്ഷ തന്നെയായിരുന്നു. ഇതോടെ നമ്മൾ മൂന്നാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. മരണം ഒരു വലിയ രോഗം. മരണമെന്നത് കേവലമൊരു സ്വാഭാവിക അന്ത്യം മാത്രമല്ല, അത് അടിസ്ഥാനപരമായി തന്നെ മനുഷ്യന്റെ തകർച്ചയാണെന്ന് ഈ പ്രഭാഷണം എങ്ങനെയാണ് പുനർനിർവചിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇതിനെ സാധൂകരിക്കാനായി സോളമൻ രാജാവിന്റെ വാക്കുകളാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. മരണമെന്നത് മനുഷ്യരാശിയെ ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗമാണ് എന്ന ആഴത്തിലുള്ള ദാർശനിക ആശയമാണ് ഇതിലൂടെ പ്രഭാഷകൻ മുന്നോട്ടുവെക്കുന്നത്. അതായത്, മരണമൊരു സ്വാഭാവിക പ്രക്രിയ എന്നതിലുപരി ഒരിക്കലും ഭേദമാക്കാനാവാത്ത ഒരു മഹാമാരിയാണെന്ന ആ കാഴ്ചപ്പാട് വളരെ ശ്രദ്ധേയമാണ്. ഈ സന്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന 3 കഠിനമായ യാഥാർത്ഥ്യങ്ങൾ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഒന്നാമതായി, മരണം ഒരു രോഗമാണ്. രണ്ടാമതായി, അതൊരു പരമമായ സത്യമാണ്. എന്നാൽ എല്ലാറ്റിലുമുപരി മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും ഹൃദയഭേദകം. മരണമെന്നത് ഒരു വേർപാടാണ്. കേവലം ശാരീരികമായി ഇല്ലാതാകുന്നതിനേക്കാൾ ഉപരി ബന്ധങ്ങളുടെ അറുത്തു മാറ്റപ്പെടലാണ് ഏറ്റവും വലിയ വേദനയെന്നാണ് പ്രഭാഷകൻ ഇവിടെ ഊന്നി പറയുന്നത്. നമ്മൾ ജീവന് തുല്യം സ്നേഹിക്കുന്നവരിൽ നിന്നുള്ള ഈ അകൽച്ചയാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. ശരി, ഇനി ഇതിന്റെ 4ാം ഭാഗത്ത് ഇതിന്റെ ദൈവശാസ്ത്ര പശ്ചാത്തലത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ദൈവത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ്യങ്ങൾ എന്തായിരുന്നു?
മനുഷ്യന്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ പൊതുവെ നിലനിൽക്കുന്ന വലിയൊരു തെറ്റിദ്ധാരണ തിരുത്താനാണ് പ്രഭാഷകൻ ഇവിടെ ശ്രമിക്കുന്നത്. ഇവിടെ വളരെ കൗതുകകരമായ ഒരു താരതമ്യമാണ് നമ്മൾ കാണുന്നത്. നല്ല മനുഷ്യരെ ദൈവം നേരത്തെ വിളിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറില്ലേ? എന്നാൽ ഈ പൊതുവായ വിശ്വാസത്തെ ഈ പ്രഭാഷണം ശക്തമായി ഖണ്ഡിക്കുന്നു. മരണം ഒരിക്കലും ദൈവത്തിന്റെ യഥാർത്ഥ പദ്ധതിയുടെ ഭാഗമായിരുന്നില്ലെന്നും മറിച്ചത് മനുഷ്യന്റെ ആദ്യ പാപത്തിന്റെ അനന്തരഫലം മാത്രമാണെന്നുമാണ് ഇതിൽ വ്യക്തമായി വാദിക്കുന്നത്. ഈ വാദം ഒന്നുകൂടി ഉറപ്പിക്കാൻ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. നീ ആ പഴം തിന്നുന്ന ദിവസം തന്നെ മരിക്കും. മനുഷ്യന് ദൈവവുമായി ഉണ്ടായിരുന്ന ബന്ധം തകർന്നതിന്റെയും ആ വലിയ അനുസരണക്കേടിന്റെയും വ്യക്തമായ അനന്തരഫലമായിരുന്നു മരണം എന്ന് കാണിക്കാൻ ഈ വരികൾ സഹായിക്കുന്നു. അല്ലാതെ മരണമെന്നത് സ്രഷ്ടാവിന്റെ ക്രൂരമായൊരു പ്രവൃത്തിയല്ല എന്നാണ് പ്രഭാഷകൻ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ അവലോകനത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. പ്രത്യാശയുടെ വിത്ത്. ദുഃഖമെന്ന വലിയ പ്രശ്നത്തിൽ നിന്ന് ഉയിർത്തെഴുന്നേൽപ്പെന്ന ക്രിസ്തീയ പ്രത്യാശയുടെ പരിഹാരത്തിലേക്കുള്ളൊരു യാത്രയാണിത്. ഇരുട്ടിനപ്പുറം പ്രത്യാശയുടെ ഒരു ചെറിയ കിരണം ഇവിടെ തെളിയുന്നുണ്ട്. ഉയിർത്തെഴുന്നേൽപ്പിനെ വിശദീകരിക്കാൻ യേശു പഠിപ്പിച്ച ഗോതമ്പുമണിയുടെ ആ പ്രശസ്തമായ രൂപകമാണ് പ്രഭാഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതിങ്ങനെയാണ്: ആദ്യം വിത്ത് ഇരുണ്ട മണ്ണിൽ കുഴിച്ചിടപ്പെടുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ അത് പൂർണ്ണമായി നശിച്ചതായി നമുക്ക് തോന്നും, അല്ലേ? എന്നാൽ പിന്നീടെന്താണ് സംഭവിക്കുന്നത്? അത് രൂപാന്തരപ്പെട്ട് പുതിയ ജീവനും ഫലങ്ങളുമായി പുറത്തുവരുന്നു. ഇത് വളരെ മനോഹരമായി മരണമെന്ന ഭയത്തെ മാറ്റാൻ സഹായിക്കുന്ന ഒരു ചിന്തയാണ്. ഈ ഗോതമ്പുമണിയുടെ രൂപകം നമ്മുടെ ജീവിതത്തോടെ എങ്ങനെയാണ് ചേർന്ന് നിൽക്കുന്നതെന്ന് നോക്കൂ. ശാരീരികമായ മരണമെന്നത് ഒരിക്കലും തികഞ്ഞൊരവസാനമല്ലെന്നും മറിച്ച് അതൊരു ശാശ്വത ജീവിതത്തിലേക്കുള്ള മാറ്റത്തിന്റെ തുടക്കം മാത്രമാണെന്നുള്ള വലിയൊരു ക്രിസ്തീയ വിശ്വാസമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. താൽക്കാലികമായ ഈ ഭൗതിക ശരീരവും അതിനുശേഷം മരണാനന്തരം വാഗ്ദാനം ചെയ്യപ്പെടുന്ന പുതിയ ആത്മീയ ശരീരവും തമ്മിലുള്ള വലിയ വ്യത്യാസമാണ് ഇതിലൂടെ വരച്ചു കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് ദുഃഖിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസമാണ് നാം ഇവിടെ കാണുന്നത്. മനുഷ്യന്റെ കണ്ണുനീര് തുടച്ചുമാറ്റാനുള്ള ദൈവത്തിന്റെ ആഗ്രഹം. നമ്മൾ ഏറ്റവും കൂടുതൽ തകർന്നിരിക്കുന്ന ദുഃഖത്തിന്റെ സമയങ്ങളിൽ നമ്മോടൊപ്പം നിൽക്കുന്ന ദൈവം. ഒടുവിൽ ആ ദൈവത്തിന്റെ കൈകളിൽ സുരക്ഷിതരായിരിക്കുമെന്ന വാഗ്ദാനം. ഒരു വിലാപയാത്രയിൽ സംബന്ധിക്കുന്ന ഏതൊരാൾക്കും ഈ വാക്കുകൾ നൽകുന്ന സമാധാനം ചെറുതല്ല. ഈ പ്രഭാഷണത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്നാൽ അത് നമ്മോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെടുന്നു എന്നതാണ്. നിങ്ങളോട് തന്നെയുള്ളൊരു ചോദ്യത്തോടെ ഇന്നത്തെ ഈ അവലോകനം നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ ബാക്കി വെച്ചു പോകുന്ന പൈതൃകത്തെക്കുറിച്ചും ഇനി ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അവശേഷിക്കുന്ന സമയത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ അവസാന നിമിഷങ്ങൾ എന്ന വലിയ രഹസ്യത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിക്കും ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്, അല്ലേ? പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.